ഇന്ന് ചില മഹല്ലുകളുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ പത്രങ്ങളിൽ കാണാം, ലഹരി ഉപയോഗിക്കുന്നവരെ ഇനി ഈ മഹല്ലിൽ വേണ്ട, ലഹരിയുമായി ബന്ധപ്പെടുന്നവരെ ഈ മഹല്ലിൽ വേണ്ട. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എന്തിനാണ് ഒരു കമ്മിറ്റി? മറിച്ച് ലഹരി ഉപയോഗിക്കുകയോ അതിലേക്ക് വീണുപോവുകയോ അത്തരം ചതിക്കുഴികളിൽ പെട്ടുപോവുകയോ ചെയ്യുന്നവരെ കൈപിടിക്കാൻ ഒറ്റക്കെട്ടായിട്ടാണ് മഹല്ലുകൾ മുന്നോട്ട് വരേണ്ടത്. പല മഹല്ലുകളുടെയും വാർത്താക്കുറിപ്പുകളൊക്കെ കാണാം, ലഹരി ഉപയോഗിക്കുന്നവരെ ഇനി മഹല്ലിൽ വേണ്ട. അങ്ങനെ ഒരു വരി പ്രസ്താവന കൊണ്ടൊരു മഹല്ലിന്റെ ഉത്തരവാദിത്തം തീർന്നു പോകില്ല. രണ്ടു വരി പ്രസ്താവന കൊടുത്താൽ പിറ്റേന്ന് സോഷ്യൽ മീഡിയ കൈയടിക്കും. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെ ഇനി വേണ്ടാന്ന് എല്ലാ പത്രങ്ങളിലും കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചിലർ വന്നിട്ട് പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മദ്യം ഉപയോഗിച്ചു, ലഹരി ഉപയോഗിച്ചു, അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി പറഞ്ഞു തരണം. ഒന്നും രണ്ടും തവണ പറഞ്ഞ സ്വഹാബത്തിനെ കാണാം. അവർക്ക് സ്നേഹമസൃണമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി. അങ്ങനെയല്ലേ വേണ്ടത്? നമ്മുടെ മഹല്ലത്തിൽ ഒരു കുട്ടി ലഹരി ഉപയോഗിച്ചല്ലെങ്കിൽ അതിൽ വീണുപോയാൽ അവനെ ചികിത്സിക്കാനുള്ള വകുപ്പുകൾ നമ്മൾ കണ്ടെത്തണം. ഏതൊരു രക്ഷകർത്താവിനും മഹല്ലത്തിലേക്ക് വന്ന് പറയാൻ പറ്റണം, എന്റെ മകനെ നിങ്ങളൊന്ന് നന്നാക്കി തരണം, അവന് ആവശ്യമായ നിർദ്ദേശങ്ങൾ വേണം, ഗൈഡൻസ് കൊടുക്കണം, അവന് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകാനുള്ള വഴികൾ തുറന്നു തരണം. നമ്മൾ അങ്ങനെയാണ് ചേർത്തു പിടിക്കുക. വീണുപോയെങ്കിൽ ആ വീണുപോയവനെ എന്നേക്കുമായി കളയല്ല, അവരെ കൂടി ചേർത്തു പിടിച്ചുകൊണ്ട് അവരെ നന്നാക്കി എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ മഹല്ലത്തുകൾക്കുള്ളത്, നമ്മുടെ നാട്ടിലെ മുസ്ലിം കൂട്ടായ്മകൾക്കുള്ളത്.